അവൾ പേടിയോടെ ഉമ്മിനീരിറക്കിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. നിനക്ക് സാരിയല്ലാതെ വേറെ ഡ്രസ്സൊന്നുമില്ലേ? വസുവിൻ്റെ ചോദ്യം മനസ്സിലാകാത്തതുപോലെ അവൾ സംശയത്തിൽ നിന്നു. ചോദിച്ചത് കേട്ടില്ലേടി? ഉണ്ട്. അവൻ്റെ അലർച്ചയിൽ പതറിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇനി ഇമ്മാതിരി വേഷമിട്ട് നിന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കൂടി വലിച്ചു പറിച്ച് ദൂരെ എറിയും ഞാൻ. രാവിലെ ഇറങ്ങും 4 മുഴം ചുറ്റി ആണുങ്ങളെ കറക്കിയെടുക്കാൻ. നിന്നെപ്പോലുള്ള ഓരോന്ന് കാരണമാ നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും ചീത്തപ്പേര് കേൾക്കുന്നത്. നിന്റെ കെട്ടിയൻ ചത്തുപോയെന്ന് ഹർഷൻ പറഞ്ഞിരുന്നു. അത് വിശ്വസിക്കാൻ മാത്രം അവനെപ്പോലെ മണ്ടനല്ല ഞാൻ. നിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് തന്നെയാ സ്കൂളിൽ നിനക്ക് ജോലി തന്നത്. നിന്റെ മെരിറ്റൽ സ്റ്റാറ്റസ് അത് സിംഗിൾ എന്നാണല്ലോ ബയോഡേറ്റയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നീ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി നീ നിന്റേതെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ആ കുഞ്ഞിനെ? വസുവിൻ്റെ ചോദ്യത്തിൽ ഞെട്ടിത്തറഞ്ഞു നിന്നുപോയി ഋതിക. എവിടെന്നോ പിഴച്ചുണ്ടായ ഒന്നിനെയും കൊണ്ട് ദേവമംഗലത്തേക്ക് കയറി വരുമ്പോൾ നീ ഓർക്കണമായിരുന്നു, ഇവിടെ ഉള്ളത് മുഴുവൻ പേരും ഉണ്ണാക്കന്മാരല്ലെന്ന്. നീ പറയുന്ന നുണകളെല്ലാം തറവാട്ടിലുള്ള മറ്റുള്ളവർ വിശ്വസിച്ചേക്കാം. പക്ഷേ അത് ഈ വസുദേവന് മുന്നിൽ വേണ്ട. ഔട്ട് ഹൗസിലല്ലാതെ നിന്റെ നിഴൽ വെട്ടം പോലും ഇവിടെയുള്ള മറ്റൊരിടത്തും കാണാൻ പാടില്ല. വസു അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീതുപോലെ പറഞ്ഞു. ഔട്ട് ഹൗസിൽ താമസിക്കാൻ അനുവാദം തന്നത് എൻ്റെ ഔദാര്യമായി കണ്ടാൽ മതി. ഒരനാഥ പെണ്ണിനോട് ഞാൻ കാണിക്കുന്ന ഔദാര്യം. വസുവിൻ്റെ ഉള്ളിലെ അമർഷം മുഴുവൻ അവൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു. പക്ഷേ അവൻ്റെ ഓരോ വാക്കിലും ഒരുവളുടെ ഹൃദയം നുറുങ്ങുന്നത് അവൻ അറിയാതെ പോയി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് പെയ്തിറങ്ങി. അപമാനം, താങ്ങാവുന്നതിലും അപ്പുറമുള്ള അപമാനം. ഇന്നോളം കേൾക്കേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ ഒന്ന്. പക്ഷെ ഇന്ന് അതും സംഭവിച്ചു. താൻ ഇയാളുടെ കണ്ണിലിപ്പോൾ ഒരു മോശപ്പെട്ട പെണ്ണാണ്. അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിരുന്നുവെങ്കിലെന്ന് ആ നിമിഷം ഋതിക ആഗ്രഹിച്ചു പോയി. തന്ത ഏതെന്നറിയാത്ത കൊച്ചിനെയും കൊണ്ട് നടക്കുമ്പോൾ ഓർക്കണം ഇങ്ങനെ ചിലത് കേൾക്കേണ്ടി വരുമെന്ന്. അല്ലാതെ നിന്ന് പൂങ്കണ്ണുനീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. നിന്നെപ്പോലെ പിഴച്ചു നടക്കുന്ന ഒരുത്തിക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ല ഈ കളരിപ്പുരയും നൃത്തമണ്ഡപവും കാവും ഒന്നും. നിന്റെ നിഴൽ പതിഞ്ഞാൽ പോലും അവിടം അശുദ്ധമാകും. വസുവിൻ്റെ ദേഷ്യം അപ്പോഴും അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വാക്കുകളാൽ അവളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ഇനിയും ഒന്നും കേൾക്കാൻ വയ്യെന്ന പോലെ അവൾ വായ പൊത്തി കരച്ചിലടക്കിക്കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. ഔട്ട് ഹൗസിലേക്ക് കയറി വാതിലടച്ച് അതിലേക്ക് ചാരി നിന്നു. അപ്പോഴേക്കും അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിലിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു. വസുവിൻ്റെ ഓരോ വാക്കും ഹൃദയത്തിനുള്ളിൽ തറഞ്ഞു കയറി. അവിടെ ചോര പൊടിയും പോലെ തോന്നി അവൾക്ക്. അതിനനുസരിച്ച് അവളുടെ കരച്ചിലിൻ്റെ ശബ്ദവും കൂടി. ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന തൻ്റെ പൊന്നോമനയിൽ കണ്ണുകളെത്തിയതും അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി. നിലത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റ് കുഞ്ഞിനരികിലേക്ക് ഓടി. സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. തെറ്റായിപ്പോയി. ആ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നത് വലിയ തെറ്റായിപ്പോയി. പോകാം നമുക്ക്. ഈ വീടിനി നമുക്ക് വേണ്ടടാ. നമുക്ക് ഇവിടെ നിന്നും പോകാം. അമ്മയോട് ക്ഷമിക്കുമോളെ. നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനെയോ അഭിമാനത്തോടെ പറയാൻ ഒരു മേൽവിലാസമോ തരാൻ ഈ അമ്മയ്ക്ക് കഴിയാതെ പോയി. ഈ ഭാഗ്യദോഷിയായ അമ്മയോട് നീ ക്ഷമിക്ക്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടുമ്പോഴും അവൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടി. ഋതിക കുഞ്ഞിനെയും എടുത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം നോട്ടം പോയത് കളരിപ്പുരയിലേക്ക് തന്നെയാണ്. വസുവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെന്ന് മനസ്സിലായതും അവളുടെ കാലുകൾ ഔട്ട് ഹൗസിന് പുറകിലേക്ക് ചലിച്ചു. ചുറ്റിനും കണ്ണോടിച്ചു. തറവാടിൻ്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പാചകപ്പുരയിൽ നിന്നും ജയന്തിയാകുമെന്ന് അവൾ ഊഹിച്ചു. ഔട്ട് ഹൗസിന് പുറകിലായി കുറച്ച് മാറി കുറച്ചധികം മരങ്ങളുടെ ശാഖകളാൽ മൂടപ്പെട്ട നിലയിൽ കാണുന്ന കുളപ്പടവ് കണ്ണിൽപ്പെട്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. കാലുകൾക്ക് വേഗത കൂടി. കുളപ്പടവിൻ്റെ വാതിൽ തള്ളി തുറന്ന് അവൾ കുഞ്ഞുമായി പടവുകൾ ഓരോന്നായി താഴേക്കിറങ്ങി. ഏറ്റവും അവസാനത്തെ പടവിലെത്തി അവിടെ നിന്നു. തൻ്റെ കയ്യിലിരുന്ന് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി കുഞ്ഞിൻ്റെ കൈകളിലേക്ക് വീണ് ചിതറിത്തെറിച്ചു. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല മോളെ. നിന്നെയും കൂട്ടിപ്പോകാൻ വേറൊരിടം എനിക്കില്ല. ഇനിയും ആരുടെയും ദയയിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. മടുത്തു പോയ അമ്മയ്ക്ക്.
നീ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഇത്രയും നാൾ ജീവിച്ചു. പക്ഷെ ഇനി മുന്നോട്ട് പോയാൽ നീ പോലും ഈ അമ്മയെ വെറുത്തു പോകും. അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പടവുകൾക്ക് മുകളിലായി ഒരു വശത്തുള്ള മറപ്പുരയിൽ നിന്നും വസ്ത്രം മാറി പുറത്തേക്കിറങ്ങിയ വസു പടവുകൾക്ക് താഴെ നിൽക്കുന്ന ഋതികയെ കണ്ട് ഒരു നിമിഷം അവിടെ നിന്നു. കുഞ്ഞുമായുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ്റെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. നിന്നെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കി പോകാൻ അമ്മയ്ക്ക് പേടിയാ. ആരുമില്ലാതെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അമ്മയെപ്പോലെ നീയും അനാഥമാകും. ഇപ്പം അമ്മ കേൾക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിന്നെയും എനിക്കൊപ്പം കൊണ്ടുപോവുക ഞാൻ. തെറ്റാണെന്നറിയാം. ജീവിക്കാനുള്ള നിന്റെ അവകാശത്തെ നിഷേധിക്കുകയാണെന്നും അറിയാം. പക്ഷേ അമ്മയ്ക്ക് വേറെ വഴിയില്ല മോളെ. ഋതികയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. അയാൾ പറഞ്ഞതുപോലെ ഒരു പിഴച്ചവളുടെ മകളായി നീ വളരണ്ട. വളരുമ്പോൾ നീ ചോദിക്കും നിന്റെ അച്ഛൻ ആരാണെന്ന്. നിനക്ക് തരാൻ ഒരു ഉത്തരവില്ല അമ്മയുടെ പക്കൽ. നിന്റെ ശാപം കൂടി ഏറ്റുവാങ്ങാനുള്ള ശക്തിയില്ല എനിക്ക്. നീ കൂടി അമ്മയെ തള്ളി പറഞ്ഞാൽ തകർന്നു പോകും ഞാൻ. അതുകൊണ്ട് പോകാം നമുക്ക്. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ പോകാം. അവളുടെ ഓരോ വാക്കുകളും കേട്ട് വസു പകച്ചു നിന്നുപോയി. അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും അവൻ്റെ ഉള്ളിൽ വെള്ളടി വെട്ടി. ഒരിക്കൽ കൂടി കുഞ്ഞിൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ മുറുകെ അടച്ച് കുളത്തിലേക്ക് മറഞ്ഞു. ഹേയ്! അവളിൽ നിന്നും ഇങ്ങനൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഞെട്ടലോടെ നോക്കുമ്പോൾ കാണുന്നത് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ഋതികയാണ്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവൻ കുളത്തിലേക്ക് എടുത്തു ചാടി. ആദ്യം തിരഞ്ഞത് കുഞ്ഞിനെ ആയിരുന്നു. കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്ന കുഞ്ഞിനെ കണ്ടതും അവൻ്റെ നെഞ്ചു പിടഞ്ഞു. ആഴങ്ങളിലേക്ക് നീന്തിച്ചെന്ന് കുഞ്ഞിനെ കയ്യിൽ കോരിയെടുത്ത് പടവിലേക്ക് കിടത്തി. മൂക്കിലും വായിലും വെള്ളം കയറിയത് കൊണ്ട് തന്നെ കുഞ്ഞ് നന്നായി ചുമക്കുകയും കിതയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് കാര്യമായി ഒന്നും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് തണുത്തു. അപ്പോഴാണ് ഋതികയുടെ കാര്യം ആലോചിക്കുന്നത്. ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ അവളെ കാണാനില്ല. അവൻ പരിഭ്രാന്തിയോടെ വീണ്ടും കുളത്തിലേക്ക് ചാടി. ചലനമില്ലാതെ ആഴങ്ങളിലേക്ക് വഴുതി പോകുന്ന ഋതികയുടെ കയ്യിൽ പിടികിട്ടിയതും അവൻ അവളെ എങ്ങനെയെങ്കിലും വലിച്ചു കൊണ്ടുവന്ന് പടവിലേക്ക് തള്ളിക്കയറ്റി. ഒപ്പം അവനും പടവിലേക്ക് കയറിയിരുന്ന് കിതച്ചു. കുഞ്ഞു പെണ്ണ് അപ്പോഴേക്കും വലിയ വായിൽ കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവൻ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. ചലനമില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. വസു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു പോയി. അവൻ ഋതികയുടെ കവിളിൽ തട്ടി അവളെ വിളിച്ചു നോക്കി. അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവളുടെ കൈ പിടിച്ചുയർത്തി പൾസ് ചെക്ക് ചെയ്ത് നോക്കി. ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവനൊന്ന് മടിച്ചിട്ടാണെങ്കിലും അവളുടെ വയറിൽ കൈകൾ അമർത്തി ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് കളയാൻ നോക്കി. അതിൽ വിജയിക്കുകയും ചെയ്തു. കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ പ്രവൃത്തികൾ കണ്ട് കരച്ചിലടക്കി അതിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നു. അവൻ വയറിൽ പഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഋതിക വെള്ളം പുറത്തേക്ക് തുപ്പി. ഉള്ളിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോയതും ഒരു കിതപ്പോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒപ്പം പകപ്പോടെ പടവിൽ നിവർന്നിരുന്നു. അവളുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് തനിക്ക് മുന്നിൽ കലിയോടിരിക്കുന്ന വസുവിലാണ്. അവൻ്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. ഒരു പിടപ്പോടെ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് കുഞ്ഞു പെണ്ണിനെ നോക്കി. കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതുമ്പി തൻ്റെ അമ്മയെ നോക്കി ഇരിക്കുവാണ്. ഋതിക എഴുന്നേറ്റ് നിന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടതും വസുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പടവിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് കവിളിലേക്ക് കൈ വീശി ആഞ്ഞടിച്ചു. അവൻ്റെ അടിയുടെ ആഘാതത്തിൽ അവൾ പടവിലേക്ക് മറിഞ്ഞു വീണു. അടികൊണ്ട കവിൾ ഇളകിപ്പോകും പോലെ തോന്നിപ്പോയി അവൾക്ക്. കണ്ണുകൾ പുകഞ്ഞു. കാഴ്ച മറഞ്ഞു. നിനക്ക് ചാകണമെങ്കിൽ ഒറ്റയ്ക്ക് ചത്താ പോരെ? ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനോട് നീ എന്തിന് ഈ ദ്രോഹം ചെയ്തു? നീ പ്രസവിച്ചതല്ലേ ഇതിനെ? ഒരു കൈകൊണ്ട് അവളെ നിലത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് മറു കവിളിലും ഒന്ന് കൊടുത്തു. ഋതിക അടികൊണ്ട കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ കണ്ണ് നിറച്ചു നോക്കി. വിവരമുണ്ടോ നിനക്കൊക്കെ? ചാകാൻ നടക്കുന്നു. ഏതവൻ്റെയോ കൂടെ കിടന്ന് ഇതിനെ ഉണ്ടാക്കുമ്പോൾ നീ ആലോചിച്ചില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണം ഇങ്ങനെയും ചിലത് നേരിടേണ്ടി വരുമെന്ന്. അവൻ്റെ ഓരോ വാക്കിലും അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു.
മേലിൽ ഇതാവർത്തിക്കരുത്. നിനക്ക് വേണമെങ്കിൽ ചാകാം, പക്ഷേ അതിവിടെ വെച്ചല്ല, ദേവമംഗലം തറവാടിന് പുറത്ത്. അവിടെ നിനക്ക് എന്തുമാകാം, ആരും നിന്നെ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഈ വസുവിൻ്റെ ഓരോ ചോദ്യത്തിനും നീ മറുപടി പറഞ്ഞേ മതിയാകൂ. പിന്നെ ഇതുപോലെയുള്ള ചീപ്പ് ഡ്രാമ ഇനി വേണ്ട. എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇനി ഇത് ആവർത്തിച്ചാൽ നീ ചാകുന്നത് എൻ്റെ കൈകൊണ്ടാവും. ഭീഷണി പോലെ പറഞ്ഞ് വസു കുഞ്ഞുമായി പടവുകൾ കയറി മുകളിലേക്ക് പോയി. ഹൃതിക ഒരു പൊട്ടിക്കരച്ചിലോടെ പടവിലേക്ക് ഊർന്നിരുന്നു. അവൻ്റെ കയ്യിലിരുന്നു കൊണ്ട് ശിവൂട്ടൻ തിരിഞ്ഞ് ഹൃതികയെ നോക്കി. അമ്മ. അവൾ കുഞ്ഞു കൈകൊണ്ട് വസുവിൻ്റെ തോളിലടിച്ചു. മിണ്ടാതിരിക്കു കൊച്ചേ, ഒരു കമ്മ. നിന്നെ കൊല്ലാൻ നോക്കിയ താടകയത്. ശിവൂട്ടനെ രൂക്ഷമായി നോക്കി അവൻ മുന്നോട്ട് നടന്നു. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടിട്ടാവണം ശിവൂട്ടൻ അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി തോളിലേക്ക് ചാഞ്ഞു കിടന്നു. എന്തുകൊണ്ടോ അവളുടെ പ്രവൃത്തിയിൽ വസുവിന് അവളോട് അലിവ് തോന്നി. അവൻ്റെ കൈകളും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു.